നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. മാലിന്യ നിക്ഷേപ ഹബ്ബായി പനേത്താംപറമ്പ്. എൻഫോഴ്സ്മെന്റ് പരിശോധനയിൽ ഹോട്ടലുകൾക്ക് 20,000 രൂപ പിഴ. 2 ദിവസങ്ങളിലായി നടന്ന പരിശോധനയിൽ മാലിന്യം ചാക്കിൽ കെട്ടി തള്ളിയ 2 ഹോട്ടലുകൾക്ക് 10,000 രൂപ വീതം പിഴ ചുമത്തുകയും തള്ളിയ മാലിന്യം വീണ്ടെടുത്ത് വേർതിരിച്ച് ഹരിതസേനയ്ക്ക് കൈമാറാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. അഞ്ചരക്കണ്ടി, കീഴല്ലൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയായ പനേത്താംപറമ്പിന്റെ സമീപ പ്രദേശമായ മൊടക്കണ്ടി മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയതിനെ തുടർന്നാണ് വ്യാപക പരിശോധന നടത്തിയത്. തദ്ദേശ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് പരിശോധനയ്ക്കിറങ്ങിയത്. 2 ദിവസങ്ങളിലായി നടന്ന പരിശോധനയിൽ മാലിന്യം ചാക്കിൽ കെട്ടി തള്ളിയ നിലയിൽ 2 ഹോട്ടലുകൾക്ക് 10,000 രൂപ വീതം പിഴ ചുമത്തുകയും തള്ളിയ മാലിന്യം വീണ്ടെടുത്ത് വേർതിരിച്ച് ഹരിതസേനയ്ക്ക് കൈമാറാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. കീഴല്ലൂർ പഞ്ചായത്ത് പരിധിയിലുള്ള സ്ഥലത്ത് മാലിന്യം തള്ളിയ കാഞ്ഞിരോടുള്ള ഹോട്ടലിന്റെ ഉടമയായ സുഹൈൽ പിക്കും അഞ്ചരക്കണ്ടി പഞ്ചായത്ത് പരിധിയിൽ മാലിന്യം തള്ളിയ ചക്കരക്കല്ലുള്ള ഹോട്ടലിന്റെ ഉടമയായ സനൂപിനുമാണ് 10,000 രൂപ വീതം പിഴ ചുമത്തിയത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ഉപയോഗിച്ച പേപ്പർ കപ്പുകൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, ടിഷ്യൂ പേപ്പറുകൾ എന്നിവയാണ് വ്യാപകമായി തള്ളിയതായി കണ്ടെത്തിയത്. മാലിന്യം നിക്ഷേപിച്ച സ്ഥലത്ത് സ്ഥാപന ഉടമകളെ സ്ക്വാഡ് വിളിച്ചു വരുത്തിയാണ് നടപടികൾ സ്വീകരിച്ചത്. 2 സ്ഥാപനങ്ങളിലെയും മാലിന്യ സംസ്കരണത്തിനായി ഒരുക്കിയ സൗകര്യങ്ങൾ പരിശോധിച്ച് തുടർ നടപടികൾ എടുക്കാനും അഞ്ചരക്കണ്ടി, കൂടാളി ഗ്രാമപഞ്ചായത്തുകൾക്ക് സ്ക്വാഡ് നിർദ്ദേശം നൽകി. ഹോട്ടൽ മാലിന്യം തരംതിരിച്ച് സംസ്കരണത്തിന് നൽകാതെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ ഭക്ഷണാവശിഷ്ടങ്ങളോടൊപ്പം കൂട്ടിക്കലർത്തി അംഗീകാരമില്ലാത്ത ഏജൻസിക്ക് നൽകി വിജന സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നവർക്കെതിരെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അറിയിച്ചു. പരിശോധനയിൽ സ്ക്വാഡ് ലീഡർ ലജി എം, സ്ക്വാഡ് അംഗം ഷരീഖുൽ അൻസാർ, എൽന ജോസഫ്, അഞ്ചരക്കണ്ടി പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജസ്ന, കീഴല്ലൂർ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രജനി, എം പുരുഷോത്തമൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.